ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. ഞാൻ ഗൗതമൻ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കുചേലനെ കുറിച്ചാണ്. കുചേലൻ മഹാഭാരതത്തിലും കൃഷ്ണകഥയിലുമൊക്കെ വളരെ പ്രസിദ്ധനായ കുചേലനെ കുറിച്ച്. കുചേലൻ്റെ കഥ എല്ലാവർക്കും അറിയാം. പഠിച്ചിരുന്ന കാലത്ത് കൃഷ്ണൻ്റെ സഹപാഠിയായിരുന്നു. അതിനുശേഷം കൃഷ്ണൻ രാജാവൊക്കെയായി, വലുതായപ്പോൾ രാജാവായി. എന്നാലും ഈ കുചേലന് ഒരു ദരിദ്ര ബ്രാഹ്മണനായി തുടരാനായിരുന്നു യോഗം. അങ്ങനെ ദാരിദ്ര്യം കൊണ്ട് പൊറുതുമുട്ടി അദ്ദേഹം കല്യാണമൊക്കെ കഴിച്ചു, പിള്ളേരൊക്കെ ഉണ്ടായി. എന്നിട്ടും യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല. അവസാനം കൃഷ്ണൻ്റെ ഓർമ്മ വരികയും അദ്ദേഹം കൃഷ്ണനെ കാണാൻ ദ്വാരകയിലെത്തുകയും അങ്ങനെ ദ്വാരകയിൽ ഒന്നുമില്ല കയ്യിൽ കൊണ്ടുപോകാനായിട്ട് ഒരു ചെറിയ അവൽപ്പൂതി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് നേരെ ദ്വാരകയിൽ എത്തുകയും ദ്വാരകയിലെത്തി കൃഷ്ണനെ കാണുന്നു. അതോടെ കൃഷ്ണൻ എല്ലാം സന്തോഷമായി. എൻ്റെ പഴയ സതീർത്ഥ്യൻ വന്നു കണ്ടു. അതിൽ പുള്ളിക്ക് വളരെ മനം നിറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ദാരിദ്ര്യമെല്ലാം മാറുകയും അദ്ദേഹത്തിൻ്റെ കുടിലിരുന്ന സ്ഥലമൊക്കെ കൊട്ടാരമായി മാറുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കഥ. അപ്പോൾ ആ കഥയുടെ പൊരുൾ ഇതാണ്: കൃഷ്ണഭക്തി വിടാതെ സൂക്ഷിക്കുക. നിങ്ങൾ നേടാൻ സാധിക്കാത്ത കാര്യങ്ങളെല്ലാം കൃഷ്ണഭക്തി കൊണ്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് ഭക്തി കൈവിടാതെ കൃഷ്ണനെ ആരാധിക്കുക, കൃഷ്ണൻ്റെ ഭക്തി മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ആ കഥയിലെ സാരാംശം. അപ്പം നമുക്കൊക്കെ ഈ കഥ എങ്ങനെ ഈ മഹാഭാരതത്തിൽ വന്നു, അല്ലെങ്കിൽ കൃഷ്ണകഥയിൽ എങ്ങനെയാണ് ഈ സുദാമയുടെ കഥ അല്ലെങ്കിൽ കുചേലൻ്റെ കഥ, കുചേലനെ വടക്കേണ്ടിൽ പറയുന്നത് സുദാമ എന്നാണ് പറയുന്നത്, ഈ കഥ എങ്ങനെ വന്നു എന്ന് നോക്കാം. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കിട്ടിയതാണ്. ഇതും ഒരു ബുദ്ധകഥ അടിച്ചെടുത്തതാണ്. അതായത് മഹാ അസരോഹ ജാതക, അല്ലെ ഈ ജാതകകഥയിൽ 302-ാം കഥയുടെ പേരാണ് മഹാ അസരോഹ ജാതക. ആ കഥയാണ് ഇതിലേക്ക് കുചേലൻ്റെ കഥയായി മാറ്റിയെടുത്തിരിക്കുന്നത്. അത് പേര് പോലും മാറ്റിയിട്ടില്ല. ആ കഥയിൽ ഈ പറയുന്ന കുചേലൻ്റെ പേര് സുദാമ എന്നാണ്. അപ്പോൾ ആ സുദാമയെ അങ്ങനെ തന്നെ എടുത്ത്, ആ കഥ ഏതാണ്ട് അങ്ങനെ തന്നെ എടുത്താണ് ഈ കുചേലനെ ഈ മഹാഭാരതത്തിൽ അല്ലെങ്കിൽ ഈ കൃഷ്ണൻ്റെ കൂടെ ഉള്ള ഈ കഥകളിലൊക്കെ ഈ കുചേലനെ ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇന്നൊക്കെ ഈ സപ്താഹമൊക്കെ നടക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു വയസ്സായ മനുഷ്യനെ, മെലിഞ്ഞ് ഏതെങ്കിലും അല്പം കൂനൊക്കെയുള്ള ഒരു മനുഷ്യനെ കുചേലനായിട്ട് അണിയിച്ചൊരുക്കി സപ്താഹവേദിയിൽ കൊണ്ടുവന്നിട്ട് കുചേലൻ ഒരു ഓലക്കൊടിയൊക്കെ ചൂടി വരുന്നതും ഒക്കെ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നതും, അതുപോലെ അത് ആൾക്കാർക്ക് വളരെ ഭക്തിപൂർവ്വം കുചേലനെ പോലും, ശ്രീകൃഷ്ണനല്ല കുചേലനെ പോലും വളരെ ഭക്തിപൂർവ്വം തൊഴുന്നതും സ്വീകരിക്കുന്നതും അങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ വളരെ ഭയങ്കര ഇമോഷണലായിട്ടാണ് ചിത്രീകരിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഈ കുചേലൻ എവിടെ നിന്ന് വന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബുദ്ധ സാഹിത്യത്തിൽ ഈ 302-ാം നമ്പർ കഥ ഇങ്ങനെയാണ്. മഹാ അസരോഹ ജാതകം എന്നാണ് ആ കഥയുടെ പേര്. അപ്പോൾ അങ്ങനെയാണ്. നന്മയും വിശാലഹൃദയമുള്ള ഒരു രാജാവായിരുന്നു ഒരിക്കൽ ബോധിധർമ്മൻ. അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം നടക്കുന്ന ഇവിടെയാണ്, ബനാറസിലാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പലപ്പോഴും വേഷം മാറി, രാജാവിൻ്റെ വേഷം അല്ലാതെ മറ്റൊരു വേഷം മാറി അദ്ദേഹത്തിൻ്റെ രാജ്യം ചുറ്റി നടന്ന് കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു ഭടൻ്റെതായിട്ടുള്ളൊരു വേഷം ധരിച്ച് അദ്ദേഹം അതിർത്തി പ്രദേശത്തൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ആർക്കും അറിയില്ല, രാജാവെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അതിർത്തി പ്രദേശത്ത് കുറച്ച് മറ്റു രാജ്യത്തുള്ള ചില തമ്മാടിക്കൂട്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം രാജാവാണെന്ന് അറിയില്ല. അവരെന്തൊക്കെയോ അവിടെ വിധ്വംസക പ്രവർത്തനം നടത്തുകയായിരുന്നു. അവരെ ചോദ്യം ചെയ്യാനായിട്ട് രാജാവ് പോയി. രാജാവിൻ്റെ കൂടെ അധികം ആൾക്കാരില്ല, 1-2 പേരേ ഉള്ളൂ. പക്ഷേ ഒത്തിരി പേരുണ്ടായിരുന്നു. അവരുടെ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്രത്യക്ഷമായി അവർ രാജാവിനെ ആക്രമിച്ചു. അപ്പോൾ അവിടുന്ന് ഈ 1-2 പേരോട് കൂടി അവിടെ നിന്ന് മല്ലിടുക വിജയിക്കാൻ സാധ്യമില്ല. അതുകൊണ്ട് രാജാവിന് അവസാനം ഓടേണ്ടി വന്നു. അങ്ങനെ രാജാവ് അതിർത്തി വഴി തന്നെ മുന്നോട്ട് ഓടി, അവരും പുറകെ ഓടി വന്നു. അപ്പോൾ രാജാവ് ഓടി അങ്ങ് പോയി. രാജാവിൻ്റെ കൂടെയുള്ളൊരു വേറെ വഴിക്ക് ഓടി. അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരാനുള്ള വഴിയുടെ അല്ല ഓടിയത്, നേരെ എതിർദിശയിലേക്ക് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ തന്നെ അതിർത്തി പ്രദേശത്തോടുകൂടി അദ്ദേഹം ഓടിപ്പോയി. അങ്ങനെ ഓടിപ്പോയി ഈ തെമ്മാടിക്കൂട്ടങ്ങൾ പുറകെ അദ്ദേഹത്തെ ഓടിച്ചു വിട്ടു. അവരും കുറേ ഓടി. അദ്ദേഹം അങ്ങനെ ഓടി ചെന്നത് തീർത്തും ആയിട്ടുള്ള ഈ കുഗ്രാമത്തിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ കുഗ്രാമത്തിൽ എത്തിപ്പെട്ട രാജാവ് നോക്കുമ്പോഴത്തേക്കും രാജാവ് അതിശയിച്ചു പോയി. ഈ പ്രദേശം ഇത് എൻ്റെ രാജ്യത്തിൻ്റെ തന്നെ പ്രദേശമാണെന്ന് രാജാവ് അതിശയിച്ചു. കാരണം നല്ല നടപാതയില്ല, നല്ല കൃഷി സ്ഥലങ്ങളില്ല, അല്ലെങ്കിൽ അവിടെ ഒന്നും വെള്ളം കിട്ടാനുള്ള അവസരമില്ല, നല്ല കിണറില്ല, നല്ല നദിയില്ല, നല്ല നടപ്പാതയില്ല, എന്നിട്ടും ആൾക്കാർ നല്ല വീടുകളില്ല, എന്നിട്ടും ആൾക്കാർ ഇവിടെ ഇഷ്ടംപോലെ താമസിക്കുന്നു. തൻ്റെ പ്രജകൾ ഇവിടെയൊക്കെ ഇങ്ങനെ താമസിക്കുന്നു, ഇത്തരത്തിലും തൻ്റെ പ്രജകൾ താമസിക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് തന്നെ സ്വയം നാണക്കേട് തോന്നി. അദ്ദേഹം ഏതായാലും മുന്നോട്ട് പുറകോട്ട് പോയാൽ മറ്റൊരു ചിലപ്പോൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഉടനെ തിരിച്ചു പോകാൻ പറ്റില്ല, മുന്നോട്ട് തന്നെ പോയി. മുന്നോട്ട് പോകുമ്പോഴത്തേക്കും
വളരെ മോശം കണ്ടീഷനായിട്ടുള്ള സ്ഥലങ്ങളാണ് പുള്ളി കാണുന്നത്. അങ്ങനെ രാജാവ് മുന്നോട്ട് പോയി. അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിലെത്തി. അവിടെ കുറേയധികം വീടുകളുണ്ട്, ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ രാജാവ് ചെന്നപ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാർ ഈ ഭടൻ്റെ വേഷത്തിൽ രാജാവിനെ കണ്ടിട്ട് രാജാവാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അവിടുത്തെ ആൾക്കാരെല്ലാം പേടിച്ച് അവരുടെ കുടിലും വീടെല്ലാം വിട്ടിട്ട് വെളിയിൽ ഇറങ്ങി ഓടിപ്പോയി, ദൂരെ പോയി. ഒരാൾ മാത്രം ആ വഴിയിൽ അവിടെ തന്നെ നിന്നു. അയാൾ ഓടിയില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മുടെ രാജാവ് ചെന്നപ്പോഴത്തേക്കും അയാൾ ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ ഇവിടെ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, അതിർത്തി പ്രദേശത്ത് വന്നതാണ്. അപ്പോൾ അവിടെയുള്ള ചില ആൾക്കാരുമായിട്ടുള്ള സംഘടന ഉണ്ടായപ്പോഴത്തേക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരിക എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ പേര് സുദാമ എന്നാണ്. ഈ ഓടാതെ നിന്ന മനുഷ്യൻ്റെ പേര് സുദാമ എന്നാണ്, അതായത് കുചേലൻ. ഈ കുചേലൻ അദ്ദേഹം ഓടി തളർന്ന് വിയർത്ത് ഒക്കെയാണ് വിവശനായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം ഈ സുദാമ അദ്ദേഹത്തിൻ്റെ കൊച്ചു വീട്ടിലേക്ക് രാജാവിനെ കൊണ്ടുപോയി അവിടെ അദ്ദേഹത്തെ കട്ടിലിൽ ഇരുത്തി, അല്ലെങ്കിൽ ഇരിക്കാൻ ഉള്ള സജ്ജീകരണങ്ങൾ കൊടുത്തു. അദ്ദേഹത്തിന് വെള്ളമൊക്കെ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം വെളിയിൽ പോയി ഈ നേരത്തെ ഓടിപ്പോയ ആൾക്കാരെയൊക്കെ പോയി തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു. അവരെല്ലാം തിരിച്ചു വന്നിട്ട് അപ്പോഴത്തേക്കും സുദാമ അവരൊക്കെ പരിചയപ്പെടുത്തി, ഇത് കൊട്ടാരത്തിലുള്ള ആളാണ്, രാജാവിൻ്റെ അടുത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കെല്ലാം സന്തോഷമായി. പിന്നെ അപ്പോൾ തന്നെ അവരെല്ലാം പലതരത്തിലുള്ള ആഹാരങ്ങളുണ്ടാക്കി രാജാവിനോട് കൊടുക്കുന്നു, പലതരത്തിലുള്ള ഫലവർഗ്ഗങ്ങൾ കൊണ്ട് കൊടുക്കുന്നു, പലതരത്തിലുള്ള അവർ പല ജോലികൾ ചെയ്യുന്നുണ്ട്. ചിലർ തുണി തുന്നുന്നു, പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അതെല്ലാം ഇദ്ദേഹത്തിന് കൊണ്ട് എപ്പോഴും സമ്മാനമായിട്ട് കൊണ്ടു. അപ്പോൾ ധാരാളം ആൾക്കാർ അവർക്കെല്ലാം ഇയാളെ ഇഷ്ടപ്പെട്ടു. അവരങ്ങനെ പല സാധനങ്ങളൊക്കെ കൊടുത്ത് രാജാവിനാണെങ്കിൽ ഇതുകൊണ്ട് സന്തോഷം കൊണ്ട് ഇരിക്കപ്പെടുന്നില്ല. അത്തരത്തിലാണ് ഇവരുടെ ഈ ഹോസ്പിറ്റാലിറ്റി. അങ്ങനെ രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്ന കാര്യം പോലും മറന്നുപോയി. അത്രയ്ക്ക് നല്ല ഹോസ്പിറ്റാലിറ്റി ഈ ആൾക്കാർക്ക്. അങ്ങനെ ഈ രാജാവ് ആ പ്രദേശം എല്ലാം ചുറ്റി നടന്ന് കണ്ടു. ആ പ്രദേശം ചുറ്റി നടന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ലജ്ജ തോന്നി. കാരണം ഇത്രയും എൻ്റെ രാജ്യത്ത് ഇതുപോലെ അധപ്പതിച്ച അല്ലെങ്കിൽ ഇത്രയും ഗതികെട്ട പ്രദേശങ്ങൾ വേറെ ഇല്ല. ഇത്രയും ഗതികെട്ട പ്രദേശത്തുള്ള ആൾക്കാർ എൻ്റെ രാജ്യത്ത് ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യം രാജാവിന് ഇതിനായിട്ടും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇതെങ്ങനെയെങ്കിലും ഈ പ്രദേശം നന്നാക്കണം, ഇവിടെ നല്ല റോഡുകൾ ഉണ്ടാക്കണം, പാർക്കുണ്ടാക്കണം, കുളങ്ങളുണ്ടാക്കണം, അല്ലെങ്കിൽ കിണറുകളുണ്ടാക്കണം, ഇവർക്കൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാനും വിൽക്കാനും പറ്റിയ ചന്ത ഉണ്ടാക്കണം, അങ്ങനെ ഉണ്ടാക്കണം, എല്ലാം രാജാവ് മനസ്സിൽ കണ്ടു. പക്ഷെ ഒന്നും ഇവരോടൊന്നും പറഞ്ഞില്ല. താൻ രാജാവാണെന്ന കാര്യം പോലും ഇദ്ദേഹം അവരോട് പറഞ്ഞിട്ടില്ല. അവർ പലരും ചോദിച്ചു, താങ്കൾ ആരാണ്. അങ്ങനെ ഇവരുടെ ഈ ഹോസ്പിറ്റലാറ്റി ഇവരുണ്ടാക്കുന്ന ആഹാരങ്ങൾ, ഇവർ കൊടുക്കുന്ന ഗിഫ്റ്റുകളെല്ലാം വാങ്ങിയെല്ലാം വെച്ചെല്ലാം ഒരു ദിവസം അദ്ദേഹത്തിന് പിന്നെ പോകാതിരിക്കാൻ നിവൃത്തിയില്ല. ആ പോകുന്ന സമയമായി. പോകുന്ന ഒരു ദിവസം ഞാൻ നാളെ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം അദ്ദേഹം അപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി ഇത്രയും ദിവസം കൊണ്ട് ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ എന്താണ്, അതൊക്കെ അവിടുത്തെ നാട്ടുകാർക്ക് മനസ്സിലായി. അവരതെല്ലാം ഉണ്ടാക്കി വലിയ പൊതി കെട്ടി ഇദ്ദേഹത്തിന് കൊടുക്കുകയൊക്കെ ചെയ്തു. ഇത്രയും അപ്പോൾ ഇദ്ദേഹം മനസ്സ് നിറഞ്ഞാണ് പോയത്. ഇദ്ദേഹത്തിന് പല പ്ലാനുകളുണ്ട്. ഇവരെ എങ്ങനെയെങ്കിലും ഈ പ്രദേശം ഒരു ചെറിയ ടൗൺഷിപ്പ് ആക്കണം, അല്ലെങ്കിൽ നല്ലൊരു വികസിതമായിട്ടൊരു പ്രദേശം ആക്കണം എന്നുള്ള ചിന്തയോട് കൂടിയാണ് ഈ രാജാവ് പോകുന്നത്. പക്ഷേ അത് ഇവരോട് പറഞ്ഞൊന്നുമില്ല. അദ്ദേഹം പോകാൻ നേരത്ത് പറഞ്ഞു, ഈ സുദാമയോട് പറഞ്ഞു, സുദാമ നിങ്ങൾ എപ്പോഴെങ്കിലും സിറ്റിയിൽ വരുവാണെങ്കിൽ എന്നെ വന്ന് കണ്ടിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സുദാമ ചോദിച്ചു, സിറ്റിയിൽ വന്നാൽ എങ്ങനെ താങ്കളെ കാണാൻ പറ്റും എന്ന് പറയും. അപ്പോഴത്തേക്കും പറഞ്ഞു, ഏതെങ്കിലും സിറ്റിയിൽ മിക്കവാറും 4 ഗേറ്റ് ആയിരിക്കും, 4 വശത്തും 4 ഗേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവിടുത്തെ ഏത് ഗേറ്റിൽ വന്നാലും അവിടുത്തെ ഗാർഡിനോട് പറഞ്ഞാൽ മതി മഹാ അസരോഹ കാണണം എന്ന് പറഞ്ഞാൽ മതി. മഹാ അസരോഹ എന്ന് പറഞ്ഞാൽ അസരോഹ, അതായത് വലിയ കുതിരക്കാരൻ എന്നാണ് അതിന് ആ വാക്കിനർത്ഥം. അസരോഹ എന്ന് പറഞ്ഞാൽ കുതിരക്കാരൻ. മഹാ അസരോഹയെ കാണണമെന്ന് പറഞ്ഞാൽ മതി, അവർ താങ്കളെ എൻ്റെ അടുത്ത് കൊണ്ടിരുന്നു പറഞ്ഞു. ഓക്കെ അങ്ങനെ പറഞ്ഞു. അദ്ദേഹം പോയി. അവരെല്ലാം നോക്കി നിന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തേക്ക് തിരിച്ചു പോയി. അവർ അവരുടെ തന്നെ പണികളിൽ ഏർപ്പെട്ടു. ഇത് കാര്യങ്ങളെല്ലാം മറന്നുപോയി. അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഈ സുദാമയ്ക്ക് കുചേലന് സിറ്റിയിൽ പോകേണ്ട ഒരാവശ്യവുമില്ല. എന്താവശ്യത്തിന് പോകാൻ ഒരാവശ്യവുമില്ല. അദ്ദേഹം എന്നാലും നമ്മുടെ രാജാവ് വിചാരിച്ചു, ഇവർ എന്തെങ്കിലും ഇത്രയും അധോഗതിയിൽ ജീവിക്കുന്ന ഈ മനുഷ്യരില്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറയാനായിട്ട്, എന്തെങ്കിലും ആവശ്യം സാധിക്കാൻ വേണ്ടി അവർ വരും, അല്ലെങ്കിൽ നമ്മുടെ കുചേലൻ വരും എന്ന് പ്രതീക്ഷിച്ച് രാജാവ് വരുന്നു. അവരാരും വന്നില്ല. ഒരാവശ്യത്തിനും
പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധിച്ചെടുക്കാനായിട്ട് അവർ വന്നതേയില്ല. അദ്ദേഹത്തിന് ഭയങ്കര നിരാശയായി. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം തന്നെ ഉടനെ തന്നെ ആൾക്കാരെ വിട്ട്, ഈ ടൗൺ പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ വിട്ട് ഈ പ്രദേശമെല്ലാം നോക്കി കണ്ടിട്ട് വരാനും അവിടെ എന്തെല്ലാം ചെയ്യണം, എങ്ങനെയെല്ലാം പണിയണം, എന്തൊക്കെ പണിയണം എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാം പുള്ളി ഒരു സർവേ നടത്താനായിട്ട് ആൾക്കാരെ പറഞ്ഞു വിടുകയും അവർ ഇവിടെ വന്ന് അതിൻ്റെ ടൗൺ പ്ലാനിംഗ് ഒക്കെ ഉണ്ടാക്കുകയും അതെല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ട്, അതെല്ലാം പുള്ളി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാര്യം ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കുചേലൻ്റെ ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്ക് അവർ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നിട്ട് അവരാരും വരുന്നില്ല. അദ്ദേഹം തോന്നി ഇവരെങ്ങനെ വരുത്തണം. അദ്ദേഹം എന്ത് ചെയ്തു, ഇവർ വരാതെ ഇരുന്നപ്പോഴത്തേക്കും ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് പുള്ളി ടാക്സ് കൂട്ടി, നികുതി കൂട്ടി. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇത്രയും പാവപ്പെട്ടവരാണ്, ഇത്രയും പാവപ്പെട്ട ആൾക്കാർക്ക് നികുതി താങ്ങാൻ വയ്യാത്ത നികുതിയാണ്. എന്നിട്ട് നികുതി കൂട്ടിയപ്പോഴത്തേക്ക് ആ നികുതി വളരെ ബുദ്ധിമുട്ടി അവർ അതും അടച്ചു. എന്നിട്ടും ഒരു കംപ്ലൈൻറ്റും കൊണ്ട് രാജാവിൻ്റെ അടുത്തോ എങ്ങും വന്നില്ല. അതെപ്പോഴത്തേക്കും രാജാവ് ഇത് നികുതി കൂട്ടുമ്പോൾ വരുമാനിക്കുമെന്ന് വിചാരിച്ച് വന്നില്ല. കുറേ നാൾ കഴിഞ്ഞു രാജാവ് നികുതി ഒന്നുകൂടെ കൂട്ടി. എന്നിട്ടും അവർ നികുതി അടച്ചു. എന്നിട്ടും അവരൊന്നും ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. ആ നികുതി അടച്ചു. കാരണം അവർ വയർ മുറുക്കി കൊടുത്തോ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടോ പട്ടിണി കിടന്നൊക്കെയാണ് ആ നികുതി അടച്ചു. എന്നിട്ടും വരുന്നില്ല. അപ്പോൾ രാജാവിന് ഇതെന്ത് ചെയ്യും, ഇവരെ വരുത്താനായിട്ട് യാതൊരു മാർഗ്ഗവുമില്ല. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, മൂന്നാമത് ഒരു പ്രാവശ്യം കൂടി അദ്ദേഹം നികുതി കൂട്ടുകയത്. അങ്ങനെ നികുതി കൂട്ടുകയും ആ നികുതി കൂട്ടിയപ്പോഴത്തേക്കും അവർക്ക് താങ്ങാൻ വയ്യാത്ത നികുതിയായി. അവർ കഷ്ടപ്പെട്ടു. അപ്പോൾ അവരെല്ലാം കൂടെ ഒരു യോഗം വിളിച്ചപ്പോഴത്തേക്കും ആർക്കും ഓർമ്മ വന്നു, സുധാമ പണ്ട് നമ്മുടെ ഇവിടെ ഒരാൾ കൊട്ടാരത്തിൽ നിന്ന് വന്നിരുന്നല്ലോ, നമ്മൾ അദ്ദേഹത്തെ വളരെ കാര്യമായിട്ട് സ്വീകരിച്ച് കുറേ ദിവസം നമ്മുടെ കൂടെ താമസിച്ചല്ലേ, പോകാൻ നേരത്ത് പറഞ്ഞതല്ലേ സിറ്റിയിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ അയാൾ മഹാ അസറോഹയെ കാണണമെന്ന് പറഞ്ഞില്ലായിരുന്നു. താങ്കൾ പോയി അദ്ദേഹത്തിൽ നിന്ന് കാണും, അദ്ദേഹം കൊട്ടാരത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കും, അപ്പം നമ്മളെ സഹായിക്കാൻ അദ്ദേഹത്തിന് പറ്റുമായിരിക്കും, താങ്കളൊന്ന് പോകുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ശരി എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ, ഏതായാലും താങ്കളൊന്ന് പോയിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശരി ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ ഈ കുചേലൻ. അങ്ങനെ കുചേലൻ പോകാൻ തയ്യാറെടുപ്പോഴത്തേക്കും ഈ പറഞ്ഞ രാജാവ് പണ്ട് ഇവിടെ താമസിച്ചപ്പോഴത്തേക്കും രാജാവിന് പലരും പല പലഹാരങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിരുന്നു. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പല പലഹാരങ്ങൾ അദ്ദേഹം തിന്നത് ഇവർക്ക് അറിയാം. അവരതുപോലത്തെ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി പൊതി കെട്ടി ഈ കുചേലൻ്റെ കയ്യിൽ കൊടുത്തു. എന്ന് പറഞ്ഞു ഇത് അദ്ദേഹത്തിന് തീർച്ചയായും കൊടുക്കണം, ഇത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാം കൊണ്ട് കുചേലൻ ഈ നഗരത്തിലേക്ക് പോവുകയാണ്, സിറ്റിയിലേക്ക് പോകണം. അദ്ദേഹം നഗരത്തിലെത്തിയതിനു ശേഷം ഈ നഗര കവാടത്തിലെത്തി ഏത് കവാടത്തിലെത്തി അവിടുത്തെ ഗാർഡിനോട് പറഞ്ഞു എനിക്ക് മഹാ അസരോഹയെ കാണണമെന്ന് പറഞ്ഞു. മഹാ അസരോഹയെ കാണുമ്പോഴത്തേക്കും താങ്കളാണ് കാണണ്ടേ. ഉടനെ അവിടുത്തെ ഗാർഡിൽ എണീറ്റ് നിന്ന് അദ്ദേഹം വളരെ വിയർത്തൊലിച്ച് അവിടെ ചെന്നത്. അദ്ദേഹത്തെ ഉടനെ വീശി ഒരു ഇരിപ്പിടം കൊടുത്തു, അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹത്തിന് കുടിക്കാനായിട്ടുള്ള വെള്ളമൊക്കെ കൊടുത്തു, വീശാൻ ഉടനെ അവരെ ഇവിടുന്ന് ആളെ വിട്ടു, രഥം കൊണ്ടുവരാൻ ആളെ വിട്ടു. ഉടനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും രഥം വന്നു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ പാണ്ടക്കെട്ടൊക്കെ ഉണ്ട്, ഇവിടുന്ന് കൊണ്ടുപോയ പലഹാരങ്ങളിലുള്ള ഈ പാണ്ടക്കെട്ടൊക്കെ ഉണ്ട്. ആ പാണ്ടക്കെട്ടെല്ലാം അവർ താഴെ വെച്ചു, അദ്ദേഹത്തെ വീശി വെള്ളമൊക്കെ കൊടുത്തു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയ രഥം വന്നു. ആ രഥം വെച്ചാൽ രാജകീയമായ രഥമാണ്. ആ രഥം വന്നു. അപ്പോൾ ഇയാൾ ഉദ്ദേശിച്ച് ഇതാരായത്, എന്തോ ഈ മഹാ അസരോഹ എന്ന് പറഞ്ഞ ആൾ ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കുചേലൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും രഥം വന്നപ്പോഴത്തേക്കും ഇദ്ദേഹത്തിനെ ആനയിച്ച് രഥത്തെ ഇരുത്തി. അതേപോലത്തെ അദ്ദേഹത്തിൻ്റെ പാണ്ടക്കെട്ടല്ലേ അവർ തന്നെ എടുത്ത് രഥത്തെ വെച്ചു. അങ്ങനെ രഥം ഓടിപ്പോവുകയാണ്. നഗരം ആദ്യമായിട്ട് കാണുവാണ് കുചേലൻ നഗരം എല്ലാം കണ്ടെങ്കിൽ പോകുമ്പോൾ രണ്ട് വശത്തും ധാരാളം വലിയ വലിയ കെട്ടിടങ്ങൾ, വഴിയിൽ നിന്ന് ധാരാളം കുതിരവണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നു. പക്ഷേ ഈ രഥം പോലത്തെ വേറൊരു വണ്ടി എങ്ങുമില്ല. ഈ വണ്ടി കാണുമ്പോൾ ആൾക്കാരെല്ലാം തൊഴുന്നു, ആൾക്കാരെല്ലാം നോക്കുന്നു, അതിനകത്ത് ആരാ ഇരിക്കുന്നതെന്ന് നോക്കുന്നു. അപ്പോഴത്തേക്കും ഈ വണ്ടിക്കെല്ലാം മറ്റ് വണ്ടികളെല്ലാം ഈ കുതിരവണ്ടികളൊക്കെ സൈഡ് കൊടുക്കുന്നു. അങ്ങനെ ഇത് വലിയ നഗരത്തിലെ വലിയ വലിയ വഴികളിലൂടെ പോയി വലിയ വിശാലമായ വേറൊരു രാജവീതിയിലേക്ക് കയറുന്നു. രാജവീതി കയറുമ്പോഴത്തേക്ക് അവിടെ മുഴുവൻ പൂന്തോട്ടങ്ങൾ, അവിടെ മുഴുവൻ വലിയ വലിയ വൃക്ഷങ്ങൾ, അവിടെ ധാരാളം ആൾക്കാർ പല സ്ഥലത്ത് കൂടി നിൽക്കുന്നു. അങ്ങനെ അത് വലിയ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് രാജകൊട്ടാരം പോലുള്ള സ്ഥലത്തേക്കാകുന്ന പോകുന്നത് ഈ മഹാ അസരോഹ എന്ന് പറയുന്ന വലിയ രാജാവോ അല്ലെങ്കിൽ വലിയ സേനാപതിയോ എല്ലാം ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ഈ കുചേലൻ. അവസാനം അത് ദൂരെ നിന്ന് വലിയ കെട്ടിടം കണ്ടു, നേരത്തെ തന്നെ കണ്ടു. ആ കെട്ടിടത്തിന് മുന്നിലേക്ക് പോയിന്ന് അവിടെ ചെന്നു.
അതിൻ്റെ കവാടത്തിൽ ഇറങ്ങുവാണ്. അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നു മഹാസരോഹ, തലയിൽ കിരീടമൊക്കെ വെച്ച് അവിടെ നിൽക്കുന്നു. അത് അദ്ദേഹം രാജാവാണെന്നുള്ള കാര്യം അപ്പോഴേ അറിഞ്ഞത്. ഇദ്ദേഹം വളരെ വിവശനായി. രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ചു, അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ പാണ്ടക്കെട്ടും എല്ലാം എടുക്കാൻ ആളുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ അകത്തും അവിടെ പോയിരുന്നു. അപ്പോൾ രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ സിംഹാസനം പോലെയുള്ള ഒരു വലിയ ഇരിപ്പിടത്തിൽ നമ്മുടെ കുചേലനെ അദ്ദേഹം ഇരുത്തിയിട്ട് അവിടുത്തെ പ്രൈം ക്യൂൻ, ഏറ്റവും പ്രധാനപ്പെട്ട ക്യൂനെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കാല് കഴുകിച്ചു. അദ്ദേഹത്തിന് വളരെ വില കൂടിയ വസ്ത്രങ്ങളൊക്കെ കൊടുത്തു. ആ വസ്ത്രങ്ങളെല്ലാം കൊടുത്തു അദ്ദേഹത്തിനെ ഇരുത്തി. പിന്നെ അവിടെ പാട്ടും കൂത്തും നൃത്തവും ഒക്കെയായിരുന്നു. പിന്നെ അദ്ദേഹം അവിടെ ഒരു വലിയ പ്രധാനപ്പെട്ട അതിഥിയായിട്ട് അവിടെ ദിവസങ്ങളോളം കഴിഞ്ഞു. അന്നേരമൊന്നും ഈ കുചേലന് ഇവിടുന്ന് എന്തിനാണ് ഇവിടുന്ന് പോയത്, അല്ലെങ്കിൽ എന്ത് ചോദിക്കാനാണ് പോയത്, ഈ ടാക്സിൻ്റെ കാര്യം, ടാക്സ് കുറക്കുന്ന കാര്യം, അതൊക്കെ പുള്ളി മറന്നുപോയി. അങ്ങനെയുള്ള കാര്യമേ പുള്ളി മറന്നു. അത് കഴിഞ്ഞിട്ട് നഗരങ്ങളും മുഴുവൻ കൊണ്ട് കാണിച്ചു, എല്ലാം കൊണ്ട് കാണിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മനസ്സ് പുള്ളി എന്തിനാണ് ഇവിടുന്ന് പോയി, ആ കാര്യങ്ങൾ പുള്ളിയുടെ മനസ്സിൽ നിന്ന് പോയി. അതൊന്നും പുള്ളി ചോദിക്കാൻ മറന്നുപോയി. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും രാജാവ് അപ്പോൾ ഈ സമയത്ത് രാജാവ് അവിടുത്തെ ടൗൺ പ്ലാനിങ്ങിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും വലിയ വലിയ കിണർ കെട്ടിപ്പോക്കുന്നു, കുളങ്ങൾ കെട്ടിപ്പോക്കുന്നു, പൂന്തോട്ടം ഉണ്ടാക്കുന്നു, ജലധാരകൾ നിർമ്മിക്കുന്നു. ഈ സുദാമയ്ക്ക് ഇനി താമസിക്കാൻ വേണ്ടി വലിയ വലിയ വീടുണ്ടാക്കുന്നു. ചെറിയ രാജാവിന് താമസിക്കുന്ന പോലെ കെട്ടിടങ്ങളുണ്ടാക്കുന്നു, വഴികളെല്ലാം നന്നാക്കുന്നു, വീതി കൂട്ടുന്നു. അവിടുത്തെ കംപ്ലീറ്റ് ഈ കുടിലുകളെല്ലാം പൊളിച്ചു കഴിഞ്ഞിട്ട് അവർക്കെല്ലാം അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അന്നത്തെ ഹോസ്പിറ്റാലിറ്റിക്ക് പുള്ളിക്ക് ഈ രാജാവിനെ ആരൊക്കെ അവിടെയുള്ള ആൾക്കാർ ഏത് തരത്തിലാണ് പെരുമാറിയ ആ തരത്തിൽ ആ ഗ്രാമത്തിലുള്ള സകല ആൾക്കാർക്കും പുതിയ നല്ല നല്ല വീട് വെച്ച് പോകുന്നു. അതെല്ലാം വളരെ പെട്ടെന്ന് നടന്നു. അതിനുവേണ്ടിയാണ് ഇദ്ദേഹത്തെ ഇവിടെ പിടിച്ചു നിർത്തിയത്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് അവിടുത്തെ പണികളിലെ ഏകദേശം എല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ദിവസം രാജാവ് ഒരു ബാൻഡ്മേളമൊക്കെ നടത്തി, ഒരു വലിയ വിളംബരം നടത്തി. അതായത് ഈ സുദാമ താമസിക്കുന്ന ആ സ്ഥലത്ത് അത് ഒരു നാട്ടുരാജ്യമായിട്ട് പുള്ളി പ്രഖ്യാപിച്ചു. അത് വെറും ഒരു കുഗ്രാമമായിരുന്നു. കുഗ്രാമം എന്ന് പറഞ്ഞാൽ രാജാവ് പോലും അറിയാത്ത ഉൾപ്രദേശമായിരുന്നു. ആ രാജ്യത്തെ ഒരു നാട്ടുരാജ്യമാക്കി പ്രഖ്യാപിച്ചു. അവിടുത്തെ നാട്ടുരാജാവായിട്ട് നമ്മുടെ സുദാമയെ നിയമിച്ചു. അപ്പം പിന്നെ ഒരു നാട്ടുരാജാവിൻ്റെ വേഷവിധാനത്തോടു കൂടി അദ്ദേഹത്തെ ഇവിടുന്ന് യാത്രയാക്കുകയാണ്. ഒരു വലിയ രഥത്തിൽ പുള്ളി ഇവിടുന്ന് യാത്രയാക്കുകയാണ്. അങ്ങനെ ഇങ്ങോട്ട് വന്ന് സുദാമ കുചേലനല്ല അങ്ങോട്ട് തിരിച്ചു പോയത്. ആ കുചേലൻ അങ്ങോട്ട് ഒരു നാട്ടുരാജാവിൻ്റെ വേഷത്തിൽ നാട്ടുരാജാവായിട്ട് ഇങ്ങനെ ഈ രഥത്തിലിരുന്നുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ സ്വന്തം നാട്ടിലും അടുത്തപ്പോഴത്തേക്കും നേരത്തെ പുള്ളി നടന്നു പോയ വഴികളൊന്നും അല്ലത്. അത് നല്ല നടപ്പാതകൾ, വീതിയുള്ള നടപ്പാതകൾ, അതുപോലെ രണ്ട് വശത്തും കെട്ടിടങ്ങൾ. അങ്ങനെ ചെന്ന് തുള്ളിയുടെ കുടിലിൻ്റെ ഇരുന്ന ഭാഗത്ത് നോക്കിയപ്പോൾ അവിടെയൊന്നും കുടിലൊന്നുമില്ല. എല്ലാം പുതിയ വീടുകളാണ്, വലിയ വീട്. അവിടുത്തെ ഒരു വലിയ വീട്, ഏറ്റവും വലിയ വീട് അത് സുദാമയുടെ വീടായിരുന്നു. അങ്ങനെ ഈ കഥ ഇങ്ങനെ പോവുകയാണ്. ഈ കഥയാണ് ഈ സുദാമ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് കൃഷ്ണകഥയിൽ, അല്ലെ മഹാഭാരതത്തിൽ. ആ സുദാമയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ 302-ാമത്തെ കഥ മഹാ അസരോഹ ജാതകം എന്ന് പറഞ്ഞ ഈ കഥയിൽ നിന്നാണ് കുചേലനെ അല്ലെങ്കിൽ ഈ സുദാമയെ ആസിറ്റീസ് എടുത്താണ് മഹാഭാരതത്തിൽ കുചേലനുണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൃഷ്ണകഥയിൽ ഈ കുചേലനുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം കുചേലൻ്റെ കഥ എന്ന് പറയുന്നത് ഇത് മഹാഭാരത കർത്താക്കളുടെ കഥയല്ല, അല്ലെങ്കിൽ മറ്റേ ആരുടെയും കഥയല്ല. അത് ഒരു ബുദ്ധകഥയാണ്. ഇതൊരു ബുദ്ധകഥയിലെ 302-ാം നമ്പർ കഥയാണ്, മറ്റൊന്നുമല്ല. ഇനി മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.